അപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരണത്തിനാണ് ഷീജ വരണത്. അപ്പോൾ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പോൾ കുറച്ചധികം ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്ത് 50% ഹീലിംഗ് കൊടുത്ത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്നറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ. ആ കയ്യെ തൊട്ട് അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷീറ്റ് എന്താ പറയണത്? ഇപ്പം എനിക്ക് 2 പടല കൈ പഴമെടുത്ത് പൊക്കാൻ പറ്റും. അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്? നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പോൾ പിന്നെ ഞാൻ തരൂ, അത് നീ പാസ് ചെയ്യുക. അവസാനം നിനക്ക് നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്. അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ അവർ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മാധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക. അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്. പിതാവ് ദൈവത്തിൻ്റെ മകളാണ്. പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവാണ്. രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്. വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്. പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്. സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്. സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്. മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് അവരെ വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്? മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാതിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കൂലിയില്ല ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മൾ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം,
അഭിഷേകത്തോടെ കൈയടിക്കട്ടെ. സ്തുതിക്കട്ടെ. ഈ കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങളിലേക്ക് അമിതമായ രീതിയിൽ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ അയൽട്ടിസ് പാസ്സാകാൻ വേണ്ടിയാണോ? നമ്മുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു ഉയർത്തുന്നത് എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിൽ സംസാരിക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാവില്ല, ക്രിസ്തുവാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും, ക്രിസ്തുവിലാണ് അതേ എന്ന് പറയണത്, എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അതിന് ആമേൻ പറയുന്നതാണ് അവൻ പറയണത് പോലെ ചെയ്യാൻ അമ്മ പറയണതാണ്. അത് അമ്മ പറയുന്നൊരു ആമേനാണത് ശരിക്കും. അതാ 1 Corinthians 1:20 നമ്മൾ വായിച്ചത്. അപ്പം സഭയിൽ അങ്ങനെ അവൻ പറയണ പോലെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അടയാളം ഉണ്ടാകും. അതാണ് യോഹന്നാൻ പറയണത്. അങ്ങനെ കാനായിലെ വിവാഹാഘോഷ വേദിയിൽ യേശു ദൈവമഹത്വത്തിൻ്റെ ആദ്യ അടയാളം കണ്ടുവന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളം സഭയിൽ കാണണം. ഇത് സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ അവിടെ അനുദിനം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ ഈ രോഗശാന്തി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അടയാളം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലേ വചനം. മർക്കോസിൻ്റെ സുവിശേഷം ആദിമ സഭയുടെ മുഖമുദ്ര എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കണം. നമ്മളൊരു അടയാളം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് എന്താ പറയണത്? 16:20 കർത്താവ് അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. ആരുടെ മധ്യസ്ഥത്തിൽ? അമ്മയുടെ മധ്യസ്ഥത്തിൽ. കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നെന്ത് ചെയ്യും? അടയാളങ്ങൾ കൊണ്ട് എന്തു ചെയ്യും? വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നീ എടുത്ത ഉടമ്പടിയുടെ സ്ഥിരീകരണം വരണത് അടയാളത്തിലൂടെയാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിക്കുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ പിന്നെ സഭയിൽ വേറെ ഒന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അധികാരം എന്ന് പറഞ്ഞാൽ അടയാളമില്ലാത്ത സഭ അധികാരം മാത്രമായി മാറിയാൽ അധികാരം A+ ധിക്കാരമാകും. അതാണ് പ്രശ്നം വരണത്. ആ ഒരു അവസ്ഥയിലേക്ക് സഭ ജീർണിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം കൂടി തീർക്കാനുള്ള ബാധ്യത സുവിശേഷ സാക്ഷികൾക്കുണ്ട്. മക്കളെ എഴുന്നേൽക്കുക. വളരെ നിർണായകമായ സ്വർഗീയ നിമിഷങ്ങളാണ്. കൃപാസനം ഉടമ്പടി ആരാധന പ്രത്യേകത അത് എപ്പോഴാണ് അത് നടക്കുന്നത്, പിന്നെ അത് ചെയ്യണത് ആ നിമിഷം വരെ എക്കാലങ്ങൾ ഏതെല്ലാം കാലം അത് യൂട്യൂബിൽ കിടക്കുന്നു, അക്കാലങ്ങളെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പഴയ ആരാധനയൊക്കെ കൂടി സൗഖ്യം പ്രാപിച്ചെന്നൊക്കെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയണ ഇതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആരാധന, ഉടമ്പടി എപ്പോഴെടുത്തവരായാലും ശരി, അവർ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധന കൂടണം. ചൊവ്വാഴ്ച കൂടാൻ പറ്റില്ലെങ്കിൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ ആ ഉടമ്പടി ആരാധന കൂടി ഉടമ്പടിയുടെ ഒരു ദൈവദുരസ്ഥനത്തെയും നമ്മൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ വചനം, ഉടമ്പടി ധ്യാനം കൂടി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അഭിഷേകം പ്രാപിക്കാവുന്നുള്ളതും, വചനം അറിയാൻ വേണ്ടി, വചനം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി വചനം അറിയണതും, അപ്ഡേഷൻ നടക്കണതെല്ലാം, അതിൻ്റെ അഭിഷേകം നടക്കണതെല്ലാം ഉടമ്പടി ആരാധനയിലാണ്. ഒരിക്കലും ഉടമ്പടി ആരാധന നിങ്ങൾ വിട്ടുപോവുകയോ കൂടാതിരിക്കുകയോ ചെയ്യരുത്. ഇവിടെ വന്ന് കൂടാനുള്ള സാഹചര്യമില്ല, പക്ഷെ നമുക്ക് ഓൺലൈനിൽ കൂടാൻ പറ്റും. രോഗമുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളയിടത്തെല്ലാം നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക.
കൃപാസനത്തിലെ ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് തൈറോയിഡ് ഉള്ളവർ, ട്രാൻസ്ലേറ്റ് ഉള്ളവർ അവരെല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാരും ശ്വാസകോശ രോഗമുള്ളവരും പാങ്ക്രിയാസിന് രോഗമുള്ളവരൊക്കെ പാങ്ക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അടിവയറിന് പെരുപ്പും മൂത്രം ഒഴിക്കുമ്പോൾ ചെരിച്ചിലും പുകച്ചിലും മൂത്രാശയത്തിൽ കല്ലും ഒക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവാംഗൻ രോഗമുള്ളവർ സ്വന്തം ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഓ ആരാധ്യനെ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിച്ച സ്ഥലമാണിത്. ഈശോ ജീവനോടെ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളിലെ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവേ, അങ്ങേ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളെ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ ഒരടിവയറ്റിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെപ്പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദ രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങളോ ശ്വാസമുട്ടലോ ഉള്ളവരുണ്ട്. കർത്താവെ, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിനുള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞു കുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവ്, കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കാല് മുതൽ ഉള്ള ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യുഗതികൾ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവണേ. നാക്ക് വിണ്ടുപോയവർ, നാക്ക് കുറുനാക്ക് പോലെ വന്നവർ, നാക്ക് കൊണ്ട് തളർന്നു പോയവർ, അവരൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ കണ്ണിന് വിഷമമുള്ളവരെ, വിങ്ങലുള്ളവരെ, എൻ്റെ ഇടത് കണ്ണിന് വീക്കമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. എന്തൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നുകൊണ്ട് പുള്ളി ചൊള്ളച്ച് വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ.
കൈയും കാര്യം കളറ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വെരിക്കോസ് രോഗികളുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്ന സമയമാണ്. കശേരികൾ വിട്ടുപോകുന്നതിൻ്റെ പേരിൽ വിങ്ങിയിരിക്കുന്നവർ, നടക്കാനും ഇരിക്കാനും നിവർക്കാനും പറ്റാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ ഇത് അമ്മ നിങ്ങളെ സുഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഇന്ദു എന്ന് പറഞ്ഞൊരു മോള് പൂഞ്ഞാറിൽ നിന്ന് കിടന്ന് വന്നതാണ് ഇവിടെ. കിടന്ന് നിങ്ങളെ സാക്ഷ്യം കാഴ്ച കാണുമായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞ് 1.5 കൊല്ലമായിട്ട് വാഹനം ഇടിച്ച് തെറിച്ച് വീണതിന് ശേഷം കിടന്നു പോയതാണ്. അപ്പോൾ അവർ മരിക്കാൻ തീരുമാനിച്ചു, എലിവിഷം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അത് എലിവിഷം കഴിച്ച ചാകുന്ന എലിയെ അവൾ കണ്ടെന്നാണ് പറയണത്. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ചത്തത്. അവനത് കഴിക്കാൻ പേടിയായിരുന്നു. കാര്യം അവളുടെ വേദന കൂടി അവൾ വീണ് കിടപ്പായി കഴിഞ്ഞപ്പോഴേ ബാത്റൂമിൽ പോയി സഹായിക്കാൻ അവരാരും ഇല്ലായിരുന്നു. അവൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാനോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. കിടന്നുപോയി, കിടപ്പായിപ്പോയി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി. അത് കാരണം അവളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേരും പോയി. അപ്പോൾ ഞാൻ ഓർക്കണേ, അവളെ കൊണ്ടുവന്ന് ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരാനുള്ള, എന്നെ ആരും കൊണ്ടുവരാനുള്ള പരുവം വീട്ടിൽ ഇല്ലെന്നാണ് പറയണം അവൾ. അവസാനം ഞാൻ വിളിച്ച ഡ്രൈവറാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് വണ്ടി പാലത്തേക്ക് കയറുമ്പോൾ ഞാൻ ആപ്പാടെ എൻ്റെ ജീവൻ പോകുന്നു, എന്നാൽ തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന കടിച്ചമർത്തിയാലും ശരി അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞ് കാരക്കിടന്ന്. അങ്ങനെ പിന്നെ പാലായിൽ നിന്ന് ഇവിടെ കാരക്കിടന്നാണ് വരണത്. അത്ര കണ്ട് വേദനയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാർ ഇവിടെ എൻ്റെ വാതിക്ക് നിർത്തും. അത് ഡ്രൈവർ ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞ് പിടിച്ച് നിന്നോളാം, ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് കാറിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയാൾ ഇവിടെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഉടമ്പടി പത്രം മേടിച്ചു. പിന്നെ പതുക്കെ നടന്ന് അവൾ പറയണത്, പിന്നെ ഞാൻ ഈ സ്റ്റെയർ കേസ് കയറി, പിന്നെ ഞാൻ 2ാമത്തെ നിലയിൽ പോയി, ഞാൻ കൗൺസിൽ എടുത്ത് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് കുട എനിക്ക് കിട്ടി. ഞാൻ അമ്മയ്ക്ക് കുടയും പിടിച്ചുകൊണ്ട് വന്ന്. ആദ്യമായിട്ടാണ് ഞാൻ 6 കിലോ ഭാരം എടുക്കണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എവിടെ വെച്ചാണ് അമ്മ എൻ്റെ വേദന ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയെന്ന്. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ഇതൊക്കെ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്തൊക്കെ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിതിങ്ങനെ പറഞ്ഞത് ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങളെ എന്തിനാണ് ഇതിൻ്റെ ഇരട്ടി ഇത്, ഈ വിശ്വാസം ഏറ്റവും അവസാനം കിട്ടിയ ആൾക്കാർ കാണിക്കുന്ന വിശ്വാസ സമർപ്പണങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇരട്ടി വിശ്വസിച്ചാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം എപ്പോഴും അറിയാമല്ലോ, ദൈവം ആരാണ് സത്യവും നീതിയും വിശ്വസ്തതയും കാണിക്കണത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശുദ്ധീകരണം ഉണ്ടാകണം, അത് കഴിഞ്ഞ് ശക്തീകരണം ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടിവെട്ട് പ്രേക്ഷിതനായി ഞാൻ മാറുമെന്നുള്ള ഒരു തീരുമാനത്തെ എടുത്ത് ഇന്ന് നടപ്പിൽ വരുത്തണം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നണം. കാര്യം 7 മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവതിരുസ്ഥലത്തിൽ നിന്നിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന, ജോലിയില്ലാത്തവരെ, അതുപോലെ തന്നെ കടകളൊക്കെ നടത്തത്തില്ലേ, പിഴിക്കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരിടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്.
ആൾക്കാർ പോയി നോക്കുമ്പോൾ ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പം കാണാൻ പറ്റും സങ്കടം. എന്താ കാര്യം? വൈകുന്നേരം വരുമ്പോൾ കടക്കാരും ബ്ലേഡുകാരും ഒക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട്, അതിനെ കവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം. അവന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഈ ക്യാഷ് ബോക്സ് കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും പൈസ കുറവാണെങ്കിൽ അവൻ ചോദിക്കുന്നത് വൈകുന്നേരം ബ്ലേഡുകാരെ ഇങ്ങനെ വിടും, അത് കഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളത് ഉടുപ്പ് മേടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ, അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് വെരിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനാണ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം ബോധപൂർവം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും. മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ, പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ വേദന ഇരിക്കുന്നവരെ, ഭർത്താവോ ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയവരെ, അതിൻ്റെ വേദനയ്ക്ക് ശമനമില്ലാതെ ഉള്ളിൽ പെന്തനീർ നെരിപ്പോട് പോലും നടക്കുന്നവരുടെ മേൽ ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, പരിശുദ്ധം അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി ശ്രദ്ധിക്കട്ടെ. ഒരു നിമിഷം മൗനമായി അച്ഛൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളത് ഈശോയ്ക്ക് പരിശുദ്ധമായി ഏൽപ്പിക്കുക. വയറ് വീർത്തു വരുന്നവരുണ്ട്, ചില ബ്ലാഡറുകൾ, ചില ഓപ്പറേഷൻ്റെ സൈഡ് എഫക്ട്സ് ഉള്ള രോഗികളുണ്ട്, അവരെല്ലാം അച്ഛൻ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. സമാപന ആശീർവാദം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ,